എന്റെ സുഹൃത്തെ ഏത് മാധ്യമാ? എന്റെ ദൈവമേ, ഭാരത് മാതാവിന് മിണ്ടരുത്, അത് കേൾക്കും അവര്. പോരാത്തതിന് ഇപ്പം നമ്മുടെ എന്താ MA ബേബി വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാക്കിയല്ലോ എന്താ പറയുന്നത്. ഇത് ഈ ഭാരത് മാതാ എന്ന് പറയാതെ എന്തൊരു കഷ്ടം. കൈരളിക്കാരന് കമ്മ്യൂണിസ്റ്റുകാരനിരുന്നിട്ട് ഭാരത് മാതാ 10-25 പ്രാവശ്യം ഭാരത് മാതാ എന്ന് പറഞ്ഞു. അത് തെറ്റല്ലേ? അതെങ്ങനെയാന്ന് ചോദിച്ചാൽ മാർക്സിന്റെ ചിന്തയില് ഈ രാഷ്ട്രപരമായിട്ടുള്ള ചിന്ത ഇല്ല എന്ന് എംഗൽസ് പറഞ്ഞിട്ടുണ്ട്. എംഗൽസിലൂടെ മാവോയിലൂടെ EMS പറഞ്ഞിട്ടുണ്ട് എന്നാണ് നമ്മുടെ പെമ്മേബായി പറഞ്ഞത്. ഗവർണർ, ഞാൻ പറയാം, ത്രിവർണ്ണ പതാക ഉണ്ടാകുന്നതിന് മുമ്പ് ഏതായിരുന്നു ഇന്ത്യയുടെ കൊടി? കണ്ടിട്ടുണ്ട? ശിവാജിയുടെ പടം വരച്ചല്ലേ നിങ്ങൾ പഠിച്ചിട്ടുള്ളത്? ശിവാജിയുടെ കയ്യിലിരിക്കുന്ന ഏതാണ്? ഏതെങ്കിലും എവിടെയെങ്കിലും ത്രിവർണ്ണ പതാകയ്ക്ക് മുമ്പ് ആ പതാകയല്ലാതെ നിങ്ങൾക്ക് കാണിക്കാൻ സാധിക്കുമോ? അപ്പൊ അതുകൊണ്ട് ആ പതാക ആരെങ്കിലും ഉയർത്തിയാൽ അതെന്താണ് തെറ്റ്? ഭരണഘടനാ വിരുദ്ധമാണോ? നമ്മുടെ ഈ ഇതില്ലേ, നമ്മുടെ നീതി ദേവതയില്ലേ, നീതി ദേവത എല്ലായിടത്തും ഇരിപ്പില്ലേ? കോടതിയിലൊക്കെ ഇരിപ്പില്ല നീതി ദേവത. ഏത് ദേവതയാണെന്നറിയാം? ഗ്രീക്ക് ദേവതയാ. കുഴപ്പം വല്ലതും ഉണ്ടോ? RSSനോ BJPക്കോ നിങ്ങൾക്ക് വ്യക്തിപരമായിട്ടോ ആർക്കും ഉയർത്താൻ ആരും ഒരു തർക്കവും പറയുന്നില്ല. ഭാരത് മാതാജി വിളിക്കുന്നതിന് ആരെങ്കിലും നിയമപരമായി എതിർത്തൊന്നും പറയില്ല, ആരും എതിർത്തൊന്നുമില്ല. ഭാരത് മാതാജി എല്ലാവരും വിളിക്കാറുണ്ട്. പക്ഷെ അതല്ല പ്രശ്നം. ഔദ്യോഗികമായി ഭരണഘടനാ സ്ഥാപനമായ ഒരു സ്ഥലത്ത് ഗവർണർ പൊതുവേദികളിൽ അത് ഉപയോഗിക്കുന്നതിനാണ് എതിർക്കുന്നത്. അല്ല, അദ്ദേഹം അത് ചെയ്യുമെന്ന് പറഞ്ഞേ. നിങ്ങളെന്താ നിയമം ഉണ്ടാക്കാനേ? നിയമം ഉണ്ടെന്നേ, നിയമമുണ്ട്. അതായത് നീതി ദേവത ഉണ്ടാകാമെങ്കിൽ, ഗ്രീക്ക് ദേവതയായിട്ടുള്ള നീതി ദേവത ഉണ്ടാകാമെങ്കിൽ എന്തുകൊണ്ട് ഭാരതത്തിന്റെ ഭാരത് മാത ഉണ്ടായിക്കൂടാ? ബ്രിട്ടീഷുകാർക്കെതിരെ മുദ്രാവാക്യം വിളിച്ചപ്പോ ഭരണഘടനയിൽ അതുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ മുദ്രാവാക്യം എല്ലാവരും വിളിച്ചില്ലേ? ഭാരത് മാതാ കീ ജയ് എന്ന് വിളിച്ചില്ലേ? അന്ന് ഭരണഘടന ഉണ്ടായിരുന്നോ? നിയമം ഉണ്ടായിരുന്നു. അതിന് ശേഷം വിളിക്കുന്നില്ലേ? അത് നിരോധിക്കും. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരും CPM CPI എല്ലാം കൂടി നിങ്ങൾ ഭരിക്കുന്നിടത്ത്, നിങ്ങൾക്ക് അധികാരത്തിലുള്ളിടത്ത് ഭാരത് മാതാ കീ ജയ് എന്ന് വിളിക്കുന്നത് നിങ്ങൾ നിരോധിക്കും. ഞങ്ങൾ വെല്ലുവിളിക്കുക. ജനങ്ങൾ ആരുടെ കൂടെ നിൽക്കുമെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഇവിടെ നിയമസഭയുണ്ടല്ലോ, നിങ്ങൾ പാസ്സാക്ക്. ഭാരത് മാതാ കീ ജയ് വേണ്ട. അത് നിങ്ങൾ നമ്മുടെ ജവാന്മാരോട് പറയണം. ഈ രാജ്യത്തിന് വേണ്ടി പടപൊരുതുന്ന ജവാന്മാരോട് നിങ്ങൾ പറയണം ഭാരത് മാതാ വേണ്ട എന്ന്. എന്റെ സുഹൃത്തെ, നിങ്ങൾ ഭാരത് മാതാ ചീത്ത പറഞ്ഞോളാനേ. നിങ്ങൾക്ക് ഭാരത് മാതാ വേണ്ടല്ലോ. അടുത്ത വീട്ടിലെ പട്ടാളക്കാരനോടും പോയി പറയുക ഈ ഭാഷ. അടുത്ത വീട്ടിലെ പട്ടാളക്കാരനോടും പോയി പറയുക. 5 അടി വിട്ടേ നിൽക്കാവുള്ളൂ, കോവിഡ് ആയതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട്